നമ്മളെ മാമാങ്കത്തിന് തിരുനാവായക്ക് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ തോട്ടത്ത് പോയിരുന്ന ഇവിടെ നിന്ന് കുളിച്ച് ഈ തറയിൽ നിന്നായിരുന്നു ചാവേറുകൾ പോയിരുന്നത്. ഈ തറയൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട് ഇപ്രാവശ്യം. ഏതായാലും നമുക്ക് ഈ തറേൻ്റെ ഇവിടെയുള്ള ചുമർ ചിത്രങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് നാട്ടുരാജാക്കന്മാർ 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന മാമാങ്കം ദീർഘകാലം ചേര രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. പിന്നീട് അത് നമ്മളെ വള്ളുവനാട് കോനാതിരിക്ക് വന്നു ചേർന്നു. അപ്പോൾ അവരുടെ ആ സദസ്സാണിത്. ഇത് മാമാങ്ക ഉത്സവം. അവിടെ ഉത്സവം നടന്നിരുന്നപ്പോൾ കുറേ ആളുകൾ, നമ്മളെ കച്ചവടക്കാർ വന്നിരുന്നു. അറേബ്യ, ഗ്രീസ്, ചൈന എന്നിവിടങ്ങളിലൊക്കെ മാമാങ്കം നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ കച്ചവടം നടത്താൻ വന്നിരുന്ന ആളുകളുടെ ഒരു ചുമർ ചിത്രമാണിത്. ഇത് മാമാങ്ക ഉത്സവമാണ്. ഇത് ചാവേറുകളുടെ ഉത്ഭവം. അവർ കുളിച്ച് തൊഴുത് അവരിവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ തൊഴുത് അതിന് ശേഷം അവരിതാ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന സ്ഥലമാണിത്. അവിടെ നിന്ന് അഭ്യസിച്ചിട്ട് അങ്ങനെ അവർ പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ മാമാങ്കത്തിന് എഴുന്നള്ളിയിരുന്ന തറയാണ്. രാജാവ് വന്നിട്ട് നിലപാട് തറ. ഇത് മാമാങ്കത്തിന് പോയിട്ട് നമ്മളെ പടയാളികൾ മരിച്ചു വീഴുമ്പോൾ ജീവനോടെയും അവിടെ മണിക്കിണറുണ്ട്. ആ മണിക്കിണറൊക്കെ ചവിട്ടി താത്തിയിരുന്നത് ആനയെ കൊണ്ട്. അതിൻ്റെ ഒരു ചിത്രീകരണമാണിത്. ഇത് കണ്ടില്ലേ, ആനയെ കൊണ്ട് ചവിട്ടി താത്തിരുന്നത്. ജീവനുള്ളവരെയും ജീവനില്ലാത്തവരെയും ഒക്കെ ചവിട്ടി താത്തിരുന്നത്. ആ മരിച്ചവരെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ആ മണിക്കിണറിൽ താത്തുന്നൊരു ചിത്രീകരണമാണിത്. ഇത് ചാവേറുകൾ എതിരാളികളെ ഏറ്റുമുട്ടാൻ പോകുന്നതിൻ്റെ മുന്നുള്ള ചിത്രീകരണമാണിത്. രാജാവ് കൊടി വീശി കാണിക്കുകയും ചെണ്ട കൊട്ടി കാണിക്കുകയും ചെയ്യുമ്പോൾ ഇതാണിത്. അവിടെ ഒരു ചിത്രീകരണമാണിത്. ഇത് നമ്മുടെ മാമാങ്കത്തിൻ്റെ ചാവേറുകളുമായി പോയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 16 വയസ്സ് മാത്രം പ്രായമുള്ള ചന്തു എന്ന് പറഞ്ഞ ധീരനായ ഒരു കുട്ടി എല്ലാ സാമൂതിരിയുടെ എല്ലാ അംഗങ്ങളെയും വകവരുത്തുകയും എല്ലാം മുന്നിലുള്ള വളരെ സാഹസികമായി അടുത്തത് സാമൂതിരിയെ വധിക്കാൻ വാള് വീശുകയും ചെയ്തു. എന്നാൽ സാമൂതിരിക്കരികിൽ കത്തി നിൽക്കുകയായിരുന്ന നിലവിളക്ക് വാളുടക്കിയതിനാൽ, വാലിൻ്റെ തലപ്പയിൽ മുട്ടിയതിനാൽ സാമൂതിരി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. മാമാങ്കം അവസാനിക്കാൻ ഇതൊരു കാരണമായി. അങ്ങനെ ബാക്കിൽ നിന്ന് ഈ കുട്ടിയെ സാമൂതിരിയുടെ ഭടന്മാർ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ധീരനായ ഈ കുട്ടിയുടെ ആ ഒരു രംഗമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വിളക്കിൻ്റെ കത്തി കതിരുന്ന ഈ വിളക്കിൻ്റെ ഇവിടെ തട്ടിയിട്ട് ആ വാളൊന്ന് ലേശം പിഴച്ചു. ഇല്ലെങ്കിൽ ഈ കുട്ടിയായിരിക്കും നമ്മളെ ഈ സാമൂതിരിയെ വകയിരുത്തിയിരിക്കുക. നിർഭാഗ്യം എന്ന് പറയട്ടെ. ആ കുട്ടിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രീകരണം നടത്തിയത്.